ശത്രുവിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ ഗതി റഷ്യയുടെ വരുതിയിലാക്കുന്ന അതിവേഗ നീക്കങ്ങളാണ് ജനുവരി 9 അർദ്ധരാത്രിയിൽ അരങ്ങേറിയത്. ഇത് വെറും ഒരു ആക്രമണമല്ല, മറിച്ച് റഷ്യയുടെ പക്കലുള്ള വജ്രായുധങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ എതിരാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിജയം ലക്ഷ്യമിട്ടുള്ള ക്രെംലിനിലെ ഈ കരുനീക്കം ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ആണവശേഷിയുള്ള മിസൈൽ ഉപയോഗിച്ചാണ് യുക്രൈനെ ആക്രമിച്ചത് എന്ന് റഷ്യ തന്നെ ഔദ്യോഗികമായി അറിയിച്ചതോടെ ഈ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിലേക്കൊന്നിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിന് മറുപടിയായാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയതായിട്ടും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ഉപയോഗിച്ചതായിട്ട് റഷ്യ അവകാശപ്പെടുന്ന ഒറേഷ്നിക് മിസൈൽ ഒരു ഹൈപ്പർസോണിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. പരമ്പരാഗതമായും ആണവമായും വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന തന്നെ ചെയ്തിരിക്കുന്നത്. അതിവേഗതയും ഉയർന്ന തുളച്ചുകയറ്റ ശേഷിയുമുള്ള ഇത്തരം മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ നിലവിൽ യുക്രൈന് സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒറേഷ്നിക് ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു സൈനിക നീക്കത്തെക്കാൾ വലിയൊരു തന്ത്രപ്രധാന സന്ദേശമായിട്ടാണ് ലോകം കാണുന്നത്. സമാധാന ചർച്ചകളുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ഇരട്ടത്താപ്പിനുള്ള ശക്തമായ മറുപടിയാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നത്. പുടിന്റെ വസതിയിൽ ഒന്നിൽ യുക്രൈൻ ആക്രമണം നടത്തിയെന്ന റഷ്യൻ അവകാശവാദം യുക്രൈൻ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുമുണ്ട്. ട്രംപ് ഭരണകൂടവും ഈ അവകാശവാദം പരിശോധിച്ച ശേഷം അത്തരമൊരു ആക്രമണം നടന്നതായിട്ട് ഞങ്ങൾക്ക് തെളിവുകളില്ല എന്ന് വ്യക്തമാക്കി. തുടക്കത്തിൽ പുടിനോട് അനുഭാവമായ നിലപാട് സ്വീകരിച്ച ട്രംപ് പിന്നീട് ഈ ആരോപണം വിശ്വസിക്കാനാവില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. അത്തരമൊരു ആക്രമണം നടന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ പരിശോധിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. റഷ്യ ആക്രമണത്തിന്റെ കൃത്യമായ ലക്ഷ്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പോളണ്ടിന്റെ അതിർത്തിക്കടുത്തുള്ള പടിഞ്ഞാറൻ യുക്രൈനിലെ ലിവീവ് പ്രദേശത്താണ് മിസൈൽ പതിച്ചത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് നാറ്റോയുടെ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ രാഷ്ട്രീയ സൈനിക പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു. ഇത് നാറ്റോയ്ക്ക് നേരെയുള്ള ഒരു പരോക്ഷ മുന്നറിയിപ്പാണ് എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. യുക്രൈൻ വ്യോമസേനയുടെ വിവരങ്ങൾ പ്രകാരം കാസ്പിയൻ കടലിനടുത്തുള്ള റഷ്യയിലെ കപുസ്റ്റിൻ യാർ പരീക്ഷണ ശ്രേണിയിൽ നിന്നും ദീഹ മിസൈൽ വിക്ഷേപണം കണ്ടെത്തിയിരുന്നു. ആണവായുധ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച മിസൈൽ ആയിരിക്കാമെന്ന പിന്നീട് ലിവീവ് മേഖലയിലെ സ്ഫോടനങ്ങൾ സ്ഥിരീകരിച്ചു. ഈ മുന്നറിയിപ്പിനെ തുടർന്ന് യുക്രൈനിന്റെ മുഴുവൻ പ്രദേശത്തും മിസൈൽ ഭീഷണി പ്രഖ്യാപിക്കുകയും രാത്രി വൈകി ലിവീവിന് സമീപം ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ലിവീവിനൊപ്പം യുക്രൈന്റെ തലസ്ഥാനമായ കീവിലും ആക്രമണത്തിന്റെ ആഘാതമുണ്ടായി. ഇവിടെ നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും അധികൃതർ അറിയിച്ചു. സാധാരണ സൈനിക ലക്ഷ്യങ്ങളെ മറികടന്ന നഗരപ്രദേശങ്ങളിലേക്കാണ് ആക്രമണം നീണ്ടതെന്നും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതിനു മുൻപ് 2024 നവംബറിൽ റഷ്യ ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈൻ ആക്രമിച്ചിരുന്നുവെങ്കിലും അന്നത്തെ ദിനം ഇപ്പോഴത്തെ ആക്രമണത്തിനും ഇടയിൽ നിർണായകമായ പല വ്യത്യാസങ്ങളുമുണ്ട്. മുൻ ആക്രമണം മധ്യ യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലെ ഒരു എയറോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആക്രമണം നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിവിലാണ് നടന്നത്. ഈ മാറ്റം സന്ദേശം ആരെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അങ്ങനെ ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുള്ള റഷ്യയുടെ ഈ നീക്കം യുക്രൈൻ യുദ്ധത്തെ ഒരു പുതിയ അപകടകരമായിട്ടുള്ള തലത്തിലേക്ക് നയിക്കുകയാണ്. ഇത് വെറുമൊരു സൈനിക ആക്രമണമല്ല, നാറ്റോയോടും പാശ്ചാത്യ ലോകത്തോടും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. യുദ്ധം ഇനി എത്രത്തോളം വ്യാപിപ്പിക്കുമെന്നും ആഗോള സുരക്ഷയ്ക്ക് ഇത് എന്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.